ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിപ്പെൻഡൻസിന് ILR എടുക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അതുപോലെ ബയോമെട്രിക് അപ്പോയിന്റ്മെന്റ്സ് എങ്ങനെയാണ് നേടുക എന്നുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ പ്രോസസ് ഓഫ് ഡിപ്പെൻഡന്റ് ILR വിസ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് കുഞ്ഞൊരു ഡിസ്ക്ലെയിമർ പറയാം. അതായത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ലീഗൽ അഡ്വൈസർ അല്ല, ഒരു സോളിസിറ്റർ അല്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡി ഒന്നുമല്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മൾ ഒരു സെർച്ച് എഞ്ചിനിൽ ILR ഫോർ ഡിപ്പെൻഡൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആണ് ഓപ്പൺ ആകുക. അവിടെ നിങ്ങൾക്ക് കാണാം അപ്ലൈ ആസ് എ പാർട്ട്ണർ ഡിപ്പെൻഡന്റ് ഓൺ എ വർക്ക് വിസ. അതായത് നമുക്ക് ഇത് വായിക്കാം, എലിജിബിലിറ്റിയും സംഭവങ്ങളൊക്കെ വായിക്കാം. യുവർ പാർട്ട്നേഴ്സ് ലാസ്റ്റ് വർക്ക് വിസയാണ് ഇവിടെ ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഇവിടെ സ്കിൽഡ് വർക്കർ വിസ വന്നിട്ട് സെറ്റിൽഡ് ആയിരിക്കാം, ബട്ട് ലാസ്റ്റ് വിസ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ടയർ 2 ആയിരുന്നു. അപ്പൊ അത് കറക്റ്റ് ആണ്. താഴത്തേക്ക് വരുമ്പോൾ കാണാം അറ്റ്ലീസ്റ്റ് 5 years ലിവിംഗ് വിത്ത് യുവർ പാർട്ട്ണർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്കൊക്കെയാണ് ഈ സെക്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് യു ഹാവ് ബീൻ മാരീഡ് ഓർ ലിവിംഗ് ടുഗദർ ഇൻ എ റിലേഷൻഷിപ്പ് ഫോർ 2 years. ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഇവിടെ കാണിക്കണം. നോട്ട് ബി യൂസിങ് പബ്ലിക് ഫണ്ട്. നമ്മൾ പബ്ലിക് ഫണ്ട് ഒന്നും ഉപയോഗിക്കുന്നവരായിരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നു ഹൗ ടു അപ്ലൈ എന്ന്. അതിനുശേഷം എഴുതിയിട്ടുണ്ട് യു മീറ്റ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആൻഡ് ഹാവ് പാസ്ഡ് ഇൻ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ്. യുവർ റിലേഷൻഷിപ്പ് ഈസ് ജെനുവിൻ ആൻഡ് യു ലിവ്ഡ് ഇൻ ദ UK ലോങ് ഇനഫ് ഫോർ ദ വിസ യു ഹാവ്. അപ്പോൾ നമ്മുടെ രണ്ട് റിക്വയർമെന്റ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് ആൻഡ് ഇംഗ്ലീഷ് റിക്വയർമെന്റ്. അതുകൂടാതെ 5 years നമ്മളിവിടെ UK താമസിച്ചിട്ടുള്ളവരായിരിക്കണം. Then you can see apply online. Click on that. So apply to settle in the UK. Certain categories only എന്ന് പറഞ്ഞിരിക്കുന്നു. താഴത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ബിഫോർ യു അപ്ലൈ ചെക്ക് യുവർ എലിജിബിലിറ്റി എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അപ്ലൈ നൗവിൽ കൊടുക്കുക. അപ്ലൈ നൗവിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ഇവിടെ യുവർ ലൊക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നാമതായി സ്റ്റാർട്ട്, 2 ആപ്ലിക്കേഷൻ, 3 ഫിനാൻസ്, 4 ഡോക്യുമെന്റ്സ്, 5 ഡിക്ലറേഷൻ, 6 പേ ആൻഡ് ഫർദർ ആക്ഷൻസ് കാണാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർ യു കറന്റ്ലി ഇൻ ദ UK? യെസ്. സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ അതർ ഹോം ഓഫീസ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഹോം ഓഫീസിലേക്ക് ഏതെങ്കിലും വേറെ ആപ്ലിക്കേഷൻസ് നിലവിലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡു യു കറന്റ്ലി ഹാവ് ആൻ ആപ്ലിക്കേഷൻ വിത്ത് ദ ഹോം ഓഫീസ് ഓർ ലീവ് ടു റിമെയിൻ ഫോർ വിച്ച് യു ഹാവ് നോട്ട് റിസീവ്ഡ് എ ഡിസിഷൻ? നോ. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. രജിസ്റ്റർ ആൻഡ് ഇമെയിൽ. ഇവിടെ നിങ്ങൾക്ക് ഏത് ഇമെയിൽ ആണോ കൊടുക്കേണ്ടത് ആ ഇമെയിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അതിലൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. സോ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യുക, അതുപോലെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ സെൻഡ് ആയിട്ടുണ്ടാകും. അതിനുശേഷം ഹൂ ഡസ് ദിസ് ഇമെയിൽ ബിലോങ്സ് ടു എന്ന് ചോദിച്ചിരിക്കുന്നു. ആപ്ലിക്കന്റ് ആണെങ്കിൽ ആപ്ലിക്കന്റ് കൊടുക്കാം, അല്ലെങ്കിൽ സംവൺ എൽസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ദെൻ ഇമിഗ്രേഷൻ അഡ്വൈസറിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം. ഡു യു ഹാവ് ആൻ ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ UK? നോ കൊടുത്തു, കണ്ടിന്യൂ ചെയ്തു. ഇൻ വിച്ച് കാറ്റഗറി യു ആർ അപ്ലൈയിങ് ഫോർ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ? ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് സ്കിൽഡ് വർക്കർ ടയർ 2 ഡിപ്പെൻഡന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനിൽ കാണാം സ്കിൽഡ് വർക്കർ ടയർ 2 ഡിപ്പെൻഡന്റ്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത് ചോദിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ടു യുവർ സ്പോൺസർ ആണ്. അവിടെ പാർട്ട്ണർ എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പേഴ്സൺ യു ആർ അപ്ലൈയിങ് ടു റിമെയിൻ ഇൻ ദ UK വിത്ത്. ആരുടെ കൂടിയാണ് നിങ്ങൾ താമസിക്കുന്നത്, അവരുടെ ഡീറ്റെയിൽസ്, അതായത് ആരുടെ പേരിലാണ് വിസ ഉള്ളത് അവരുടെ ഡീറ്റെയിൽസ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ടൈറ്റിൽസ്, പിന്നെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം അടിച്ച് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അടിക്കുന്നത്, അതുപോലെ അവരുടെ നാഷണാലിറ്റി. അപ്പൊ ഇന്ത്യൻ ആണ്, ഇന്ത്യൻ എന്ന് ടൈപ്പ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റെഫറൻസ് നമ്പറിനെ കുറിച്ചാണ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പാസ്പോർട്ട് ഉണ്ട്, നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ട്, അതുപോലെ നമ്മുടെ ഹോം ഓഫീസ് റെഫറൻസ് നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും നമ്പർ അറിയെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഞങ്ങൾ പാസ്പോർട്ടും നാഷണൽ ഇൻഷുറൻസ് നമ്പറും BRP നമ്പറൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാർട്ട്ണറിന്റെ കറണ്ട് UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ ഞാനാണ് സ്കിൽഡ് വർക്ക് വിസയിൽ വന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ PR-ലുള്ളതാണെങ്കിൽ ടയർ 2 വിസയിലാണ് ഞാൻ വന്നതെങ്കിൽ ആ ടയർ 2 വിസ തന്നെയാണ് ഞാൻ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ടയർ 2 വിസ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് VAF നമ്പർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളുടെ പ്രോസസ്സിങ്ങിന്റെ ടൈമിൽ ഒരു വിസ നമ്പർ കിട്ടും, ആ നമ്പർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നോ ഐ ഡോണ്ട് ഹാവ് ദ റെഫറൻസ് നമ്പർ ഓഫ് ദ ഫോർ ദം എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്പോൺസേഴ്സിന്റെ ലൈസൻസ് നമ്പർ ആണ്. ഇത് നിങ്ങളുടെ COS-ൽ കാണും. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിൽ നമുക്കൊരു നമ്പർ കാണാം. ആ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ നമ്പർ എന്തായാലും കൊടുക്കണം, അതിനുശേഷം മാത്രമാണ് പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ആ COS-ലെ റെഫറൻസ് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ചെയ്യുക. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് യുവർ ആൻസേഴ്സ് എന്ന് കാണാം. ഇതിൽ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇമിഗ്രേഷൻ അഡ്വൈസർ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കടന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ടു ആപ്ലിക്കേഷൻ. ഇവിടെ ആപ്ലിക്കന്റിന്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. അതായത് ഡിപ്പെൻഡന്റിന്റെ ഡീറ്റെയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനു മുൻപ് നമ്മൾ കൊടുത്തത് സ്കിൽഡ് വർക്കർ വിസയിൽ വന്ന ആരാണോ അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇത്രയും നേരം കൊടുത്തത്. ഇനി കൊടുക്കാൻ പോകുന്നത് ഡിപ്പെൻഡന്റ് ആയി വന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ്. സോ യുവർ നെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഡിപ്പെൻഡന്റിന്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവരുടെ ടൈറ്റിൽ, ഗിവൺ നെയിം, ഫാമിലി നെയിം, എവറിത്തിങ് യു നീഡ് ടു ടൈപ്പ്. എനി അതർ നെയിംസ്, വി ഡോണ്ട് ഹാവ് എനി അതർ നെയിംസ്, സോ നോ ആൻഡ് കണ്ടിന്യൂ. ദെൻ കോണ്ടാക്ട് ഇമെയിൽ അഡ്രസ്. ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിരിക്കുന്നു. ഇമെയിൽ അഡ്രസ്സ് നേരത്തെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് ഇനിയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് കൊടുത്തു, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. ദെൻ ടെലഫോൺ നമ്പർ ചോദിച്ചിരിക്കുന്നു. അവിടെ ടെലഫോൺ നമ്പർ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഞങ്ങൾ ഫോൺ നമ്പർ ആൻഡ് ഫോർ യൂസ് വൈൽ ഇൻ ദ UK എന്ന് ടിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്തു. ഇവിടെ പോസ്റ്റൽ അഡ്രസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ UK-യിൽ എൻ്റർ ആയിട്ടുള്ള നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പോസ്റ്റൽ കോഡ് അടിക്കുക, നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യുവർ സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെയിൽ ആണോ ഫീമെയിൽ ആണോ, മാരിറ്റൽ സ്റ്റാറ്റസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് യുവർ നാഷണാലിറ്റി, കൺട്രി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക, നിങ്ങളുടെ കൺട്രി ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് യുവർ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻ യു പ്രൊവൈഡ് എ വാലിഡ് പാസ്പോർട്ട്? യെസ്. ദെൻ പാസ്പോർട്ട് നമ്പർ എൻട്രി ചെയ്യുക, ഇഷ്യൂയിങ് അതോറിറ്റിയും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും ഒക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് യുവർ ഐഡന്റിറ്റി കാർഡ് ഇൻ ഇന്ത്യ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നാഷണാലിറ്റി ഇന്ത്യ സെലക്ട് ചെയ്തതുകൊണ്ട് യുവർ ഐഡന്റിറ്റി കാർഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചിരിക്കുന്നു. ഡു യു ഹാവ് എ വാലിഡ് നാഷണൽ ഐഡന്റിറ്റി കാർഡ് ഇൻ ഇന്ത്യ? യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഞങ്ങളിവിടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതൊരു വാലിഡ് നാഷണൽ ഐഡന്റിറ്റി കാർഡാണ്. യെസ് കൊടുത്തു, ഞങ്ങൾ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് തന്നെ കൊടുത്തു, കണ്ടിന്യൂ ചെയ്തു. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് യുവർ അതർ നാഷണാലിറ്റീസ് എന്ന ക്വസ്റ്റ്യൻ ആണ്. ഡു യു കറന്റ്ലി ഹോൾഡ് ഓർ ഹാവ് യു എവർ ഹെൽഡ് എനി അതർ നാഷണാലിറ്റീസ് ഓർ സിറ്റിസൺഷിപ്പ്? ഞങ്ങൾ വേറൊരു സിറ്റിസൺഷിപ്പ് എടുത്തിട്ടില്ല, ഇന്ത്യൻ മാത്രമാണ്. അതുകൊണ്ട് നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്തു. ലിവിങ് അറ്റ് യുവർ ഹോം അഡ്രസ്. ഹൗ ലോങ് ഹാവ് യു ലിവ് അറ്റ് യുവർ അഡ്രസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ അഡ്രസ്സിൽ 3 വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഓണർഷിപ്പ് സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ റെൻ്റ് ആണോ ചെയ്യുന്നത് അതോ നിങ്ങളുടെ ഓൺ ഹൗസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ടിക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് ഡേറ്റ് യു ഫസ്റ്റ് എൻറ്റേർഡ് ദ UK എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് UK-യിലേക്ക് വന്ന ഡേറ്റ് ആണ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുവർ UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ്. ഡു യു ഹാവ് എ വിസ, ലീവ് ടു എൻറ്റർ ഓർ റിമെയിൻ ഓർ അതർ പെർമിഷൻ ടു ബി ഇൻ ദ UK? യെസ്, വി ഹാവ് ദ വിസ, സോ യെസ് ആൻഡ് കണ്ടിന്യൂ. യുവർ വിസ ഓർ ലീവ് ടു എൻറ്റർ റിമെയിൻ. സോ വാട്ട് ഈസ് ദ എൻഡ് ഡേറ്റ് ഓഫ് യുവർ വിസ? അപ്പോൾ നമ്മുടെ ഡേറ്റ് ഏത് ഡേറ്റിലാണ് നമ്മുടെ വിസ എക്സ്പയർ ആകുന്നത് അത് എൻട്രി ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ടൈം സ്പെൻഡ് ഇൻ ക്രൗൺ ഡിപ്പെൻഡൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാവ് യു സ്പെൻഡ് എനി ഓഫ് യുവർ 2 or 3 or 5 years കണ്ടിന്യൂസ് പീരീഡ് ആസ് അപ്രോപ്രിയേറ്റ് വിത്ത് ലീവ് ടു എൻറ്റർ ഓർ റിമെയിൻ ഇൻ ദ ക്രൗൺ ഡിപ്പെൻഡൻസീസ്? ഇവിടെ ഞങ്ങൾ നോ ആണ് കൊടുക്കുന്നത്, കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് കാരണം നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ലീവ് ഗ്രാൻഡഡ് ഓൺ ആഫ്റ്റർ 11 January 2018. Does the period stay on which application was based include any leave granted since 11 January
2018, yes and continue. ഇനി തേർഡ് ഓപ്ഷനാണ് ഫിനാൻസ്. ഡു യു ഓർ എനിവൺ എൽസ് ഹു ഈസ് എ പാർട്ട് ഓഫ് ദിസ് ആപ്ലിക്കേഷൻ റിസീവ് എനി പബ്ലിക് ഫണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പബ്ലിക് ഫണ്ട് ഒന്നും വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നോ എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഫോർത്ത് വൺ ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിലെ വെരിഫിക്കേഷൻ കൺസെന്റ് ടിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. കൺസെന്റ് ഫോർ ദ ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്ക് ഫോർ ദ ജോയിന്റ് അക്കൗണ്ട് ഓർ തേർഡ് പാർട്ടി സപ്പോർട്ട്. ഇത് രണ്ടും നമ്മൾ യെസ് പറഞ്ഞ് കണ്ടിന്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡോക്യുമെന്റ്സിൽ മാൻഡേറ്ററി ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ്. അതായത് പാസ്പോർട്ട് വേണം, അതുപോലെ ഡിക്ലറേഷൻ സൈൻഡ് ബൈ ദ പാർട്ട്ണർ ആൻഡ് കൺസെന്റ് ഫോം ഫോർ ദ ഹോം ഓഫീസ് ടു ദ വെരിഫിക്കേഷൻ ചെക്സ്, all previous passport, travel documents and national identity card that you have used to travel to remain in the UK and evidence of immigration status. ഇത്തരം കാര്യങ്ങളാണ് അവർ നമ്മുടെ കാര്യത്തിൽ ചോദിച്ചത്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇതിനുശേഷം വരുന്നത് ഈ ഡോക്യുമെന്റ്സ് സെക്ഷനിൽ ചെക്ക് യുവർ ആൻസേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോക്യുമെന്റ് സെക്ഷൻ നമ്മൾ മുഴുവൻ വായിച്ചു നോക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ് നമ്മൾ ഫിഫ്ത്ത് ഓപ്ഷനിലേക്ക് പോയി, അതായത് ഡിക്ലറേഷൻ. ഇവിടെ ഐ ആം ദ ആപ്ലിക്കൻ ഓർ ഐ ആം ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ആപ്ലിക്കൻ, ഇത് ഏതെങ്കിലും സെലക്ട് ചെയ്യുക. നമ്മൾ ഐ ആം ദ ആപ്ലിക്കൻ്റ് ആണ്, അത് സെലക്ട് ചെയ്ത് ഐ ആക്സെപ്റ്റ് ദ എബോവ് എന്ന് പറഞ്ഞ് കണ്ടിന്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പേ എന്നുള്ള ഓപ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ചൂസ് എ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് സർവീസ് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് സർവീസ്, അല്ലെങ്കിൽ പ്രയോറിറ്റി സർവീസ്, അല്ലെങ്കിൽ സൂപ്പർ പ്രയോറിറ്റി സർവീസ് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡേർഡ് സർവീസ് ആണെങ്കിൽ 2885 പൗണ്ട് ആണ് ഇതിന് പേയ്മെന്റ് കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് ഡിസിഷൻ കിട്ടുന്നത് 26 വീക്സിനുള്ളിലൊക്കെ ആയിരിക്കും. അതുപോലെ പ്രയോറിറ്റി സർവീസ് ആണെങ്കിൽ 3385 പൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഡിസിഷൻ കിട്ടുന്നതായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് 8 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ്. ഞങ്ങൾ പ്രയോറിറ്റി സർവീസ് ആണ് സെലക്ട് ചെയ്തിരുന്നത്. അടുത്തത് സൂപ്പർ പ്രയോറിറ്റി സർവീസ് ആണ്. അതിൽ 3885 പൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ മോസ്റ്റ് പീപ്പിൾ ഗെറ്റ് ഡിസിഷൻ ബൈ ദ എൻഡ് ഓഫ് ദി നെക്സ്റ്റ് വർക്കിംഗ് ഡേ, അതായത് 24 അവേഴ്സിനുള്ളിൽ നമുക്ക് ഡിസിഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ സൂപ്പർ പ്രയോറിറ്റി സർവീസ്. നോർമൽ പേയിൽ നിന്നും ഒരു 1000 പൗണ്ട് ഇതിന് എക്സ്ട്രാ ആകുന്നത്. നെക്സ്റ്റ് യുവർ പേയ്മെന്റ് കണ്ടിന്യൂ ടു വേൾഡ് പേ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അതായത് നമ്മളിനി പേയ്മെന്റിലേക്ക് കടക്കുകയാണ്. ബിഫോർ യു കണ്ടിന്യൂ യു ഷുഡ് ഓൺലി മൂവ് ടു ദ നെക്സ്റ്റ് പേജ് ഇഫ് യു ഹാവ് ചെക്ക്ഡ് യുവർ ആൻസേഴ്സ് ആൻഡ് യു ആർ റെഡി ടു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ. Once you select continue to world pay, you will not be able to return and edit your application എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ വേൾഡ് പേയിലേക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ പിന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അത് കാരണം തന്നെ നിങ്ങൾ ഈ വേൾഡ് പേയിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേൾഡ് പേയിലേക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റുന്നതല്ല. നമുക്കപ്പോൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പേപാൽ അക്കൗണ്ട് എന്ത് വേണമെങ്കിലും ഈ പേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പേയ്മെന്റ് സക്സസ്ഫുൾ ആയെന്ന്. അപ്പോൾ നമ്മുടെ ഫർദർ ആക്ഷന്റെ സ്റ്റെപ്പാണ് ഇവിടെ. പേയ്മെന്റ് സക്സസ്ഫുൾ, പ്രിന്റ് ദ കൺഫർമേഷൻ, നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ സേവ് ആൻഡ് കണ്ടിന്യൂ ടു ദ ഫൈനൽ ടാസ്ക് എന്നും കൊടുക്കാം. ഫർദർ ആക്ഷൻസിൽ നിങ്ങൾക്ക് കാണാം മാൻഡേറ്ററി ആക്ഷൻസ്, അതായത് ഡൗൺലോഡ് ആൻഡ് സൈൻ ദ വെരിഫിക്കേഷൻ ചെക്സ് കൺസെന്റ് ഫോം. അതായത് ആദ്യം കാണിക്കുന്നത് ഡൗൺലോഡ് കൺസെന്റ് ഫോം ആണ്. ഇതൊരു ഫാമിലി കൺസെന്റ് ഫോം ആണ്. അത് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അടുത്തത് കാണുന്നത് അറ്റൻഡ് ആൻ അപ്പോയിൻമെന്റ് ടു പ്രൊവൈഡ് യുവർ ഡോക്യുമെന്റ്സ് ആൻഡ് ബയോമെട്രിക്സ് ബൈ 3rd January എന്നാ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് വരും. അവിടെ നമുക്ക് ബുക്ക് ആൻഡ് അപ്പോയിൻമെന്റ് കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്തത് പറയുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷനായ ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റിലേക്കാണ് പോകുന്നത്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് എന്ന് കൊടുത്തപ്പോൾ ഇവിടെ TLS കോണ്ടാക്ട് എന്നൊരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കടന്നത്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഫർമേഷൻസ് ഒക്കെ കാണാം. നമ്മുടെ നെയിമും നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമ്മുടെ യൂണിക് ആപ്ലിക്കേഷൻ നമ്പറും ഒക്കെ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ആ കൺഫേം പാസ്വേഡും കൊടുക്കണം. ഇവിടെ കൺസെന്റിന് മാൻഡേറ്ററി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൺഫേം കൊടുക്കണം. ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറയും. അതിനുശേഷം നമുക്ക് യൂണിക് ആപ്ലിക്കേഷൻ നമ്പർ, അത് നമ്മുടെ ഇമെയിലിൽ വന്നിട്ടുണ്ടാവും. ആ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പാസ്വേഡ്, ഏത് പാസ്വേഡാണോ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് ആ പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആകുന്നത്. ഇവിടെ നമുക്ക് മാപ്പ് വ്യൂവും കാണാം, ലിസ്റ്റ് വ്യൂവും കാണാം. അതായത് നമ്മൾ എവിടെയാണോ പോകേണ്ടത് അവിടെ നമുക്കൊരു നമ്മുടെ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വരും.
അപ്പൊ നമുക്ക് ഏത് സ്ഥലമാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെൽഫ് സർവീസ് അപ്പോയിന്റ്മെന്റ്, റെഗുലർ ആൻഡ് പ്രൈം ടൈം അപ്പോയിന്റ്മെന്റ്. സെൽഫ് സർവീസ് അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രൈം ടൈം അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ 60 പൗണ്ട് കൊടുക്കേണ്ടതാണ്. അതായത് ഇപ്പം നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും. ഇപ്പം നമുക്ക് പ്രൈം ടൈം അപ്പോയിന്റ്മെന്റ് കിട്ടുന്നുള്ളൂ എങ്കിൽ 60 പൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായി വരും. അല്ല റെഗുലർ അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ അപ്പോയിന്റ്മെന്റിന് പോകാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അസിസ്റ്റഡ് സർവീസും ഇവിടെ കാണാവുന്നതാണ്. അസിസ്റ്റഡ് സർവീസിനാണെങ്കിൽ 50 പൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഡോക്യുമെന്റ്സ് കോപ്പി ആയിട്ട് കൈ കരുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റിന് പോകുന്ന സമയത്ത് അവരുടെ ഹെൽപ്പോട് കൂടി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിന് 50 പൗണ്ടാണ് എക്സ്ട്രാ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അത് ഇപ്പം എപ്പോൾ വേണമെങ്കിലും പ്രൈസൊക്കെ മാറാം. ഞങ്ങളുടെ ഈ സമയത്ത് 50 പൗണ്ടാണ് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം യു വോണ്ട് ബി ഏബിൾ ടു ചേഞ്ച് യുവർ അപ്പോയിൻമെൻറ്റ് ലൊക്കേഷൻ ഇഫ് യു പ്രൊസീഡ്. അതായത് നമ്മൾ ഇനി പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു മെയിലാണ് വരുന്നത്. അതായത് TLS കോൺടാക്ട് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ എന്ന് പറഞ്ഞു വരും. നമുക്ക് ഇവിടെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലോഡ് ലേറ്റർ ആൻഡ് അപ്ലോഡ് നൗ എന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട വേറെ പിന്നെ സമയത്ത് മതിയെങ്കിൽ അങ്ങനെയാകാം. അല്ലെങ്കിൽ അപ്ലോഡ് നൗ എന്ന് കൊടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ടു അപ്ലോഡ് എന്ന് കാണാം. അവിടെ ഓരോ ഡോക്യുമെന്റ്സും നിങ്ങൾ ഇതിൽ പോയി ക്ലിക്ക് ടു അപ്ലോഡ് കൊടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫയൽസിന്റെ ഫോർമാറ്റ്, അതായത് JPEG ആണോ PDF ആണോ, അതുപോലെ എത്ര ഫയൽ സൈസ് വേണം, എല്ലാം അവരിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓഫ് ILR ആപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപകാരമായെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദി സപ്പോർട്ട്. നമുക്ക് മറ്റൊരു ഉപകാരമുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം.